സ്കൂളിലെ കുരുന്ന് സാഹിത്യ പ്രതിഭകളെയും ഗ്രാമത്തിലെ മികച്ച കർഷകരെയും വിദ്യാർത്ഥികൾക്ക് പുതിയ ദിശാബോധം നൽകിയ അധ്യാപികയെയും ആദരിച്ച് അന്നശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ കർഷക ദിനത്തോടനുബന്ധിച്ചാണ് സ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചത്. കോഴിക്കോട്ടെ കാർഷിക ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്ന അന്നശ്ശേരിയിലെ ഗവൺമെന്റ് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് കർഷക ദിനത്തോടനുബന്ധിച്ച് കൃഷിയും സാംസ്കാരിക സമ്പത്തും പ്രോത്സാഹിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രദേശത്തെ മികച്ച കർഷകരെയും വിദ്യാലയത്തിലെ സാഹിത്യ പ്രതിഭകളെയും വിദ്യാർത്ഥികൾക്ക് പുതിയ ദിശാബോധം നൽകിയ അധ്യാപികയെയും ആദരിച്ചുകൊണ്ടാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത്. സ്കൂളിലെ പ്രധാന അധ്യാപകൻ BM ശിവാനന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT പ്രമീള ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷമുള്ള ചടങ്ങാണ്. ദീപ ടീച്ചർ, നമ്മുടെ അച്ചമ്മ പറഞ്ഞത് ദീപ ടീച്ചറാണ് അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദീപ ടീച്ചറാണ് ഇന്നിവിടെ നമ്മുടെ എത്രയോ പുസ്തകങ്ങളും നമ്മുടെ ലൈബ്രറിക്ക് കൈമാറുകയാണ്. എൻ്റെ വാർഡിലുള്ള ടീച്ചറും കൂടിയാണ് കേട്ടോ ദീപ ടീച്ചർ. അപ്പം വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം അങ്ങനെയൊരു നല്ല മനസ്സില്ലേ, നമ്മളെ കുട്ടികളെ ആ രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള ഒരു നല്ല മനസ്സും നല്ല പ്രവർത്തനവും ടീച്ചർക്കുണ്ടായതിൽ വളരെ സന്തോഷം തോന്നുകയാണ്. അതുപോലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ടീച്ചർ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാറുണ്ട് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും വേണ്ടത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അറിയാം, സാഹിത്യം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമുക്കൊക്കെ അറിയാലോ. എന്നാണ് നമ്മളെ നിലവിലുള്ള എനിക്ക് എടുത്തു പറയാനുള്ളത്, നിലവിലുള്ള സമൂഹ ജീർണതയ്ക്കെതിരെ തൂലിക ചലിപ്പിക്കേണ്ടത് സാഹിത്യകാരന്മാരുടെ കടമയാണ് എന്നുള്ളതാണ്. അതാണ് നമുക്ക് മാത്രമല്ല സമൂഹത്തിന് ഉയർന്ന സാംസ്കാരിക നിലവാരത്തിലേക്ക് നയിക്കുന്നതിന് എഴുത്തുകാരന്മാർക്ക് കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മളെത്രയോ സാഹിത്യകാരന്മാരെ കണ്ടിട്ടുള്ളതാണ് അല്ലേ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതാണ് ജീർണതയ്ക്കെതിരെ, സമൂഹത്തിൻ്റെ ജീർണതയ്ക്കെതിരെ പ്രവർത്തിക്കുവാൻ ഏറ്റവും കഴിവുള്ളവരാണ് നമ്മുടെ സാഹിത്യകാരന്മാർ എന്നുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. ACV ന്യൂസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും എഴുത്തുകാരനുമായ P. അനിൽ മുഖ്യാതിഥിയായി. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനായി വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ക്ലാസുകൾ എടുക്കുന്ന ബിലാത്തിക്കുളം ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപിക MT ദീപ, പ്രദേശത്തെ കർഷകരായ OM നിഷിന്ത്, PM സുഗേഷ്, സ്കൂളിലെ കുട്ടി കർഷകരായ M നിതാര, ആൽമിയ OM എന്നിവർക്കുള്ള ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് KT പ്രമീള സമ്മാനിച്ചു. അതുകൊണ്ട് ഇനി അപ്പൊ ആരെയും കുറ്റം പറയുന്നതൊക്കെ പറഞ്ഞില്ലേ ഞാൻ നമ്മുടെ വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഒന്ന് നമസ്കരിച്ചുകൊണ്ടാണ് തുടങ്ങട്ടെ. കുറച്ച് കാര്യം പറയാം. അപ്പൊ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞുമക്കളെ നിങ്ങള് ആരെ കുറ്റം പറയരുത് അല്ലേ, കുറ്റം പറയരുത് പറഞ്ഞില്ലേ. അപ്പൊ എന്താ പറയണ്ടേ, എപ്പോഴും എല്ലാവരുടെയും ഓരോ കുട്ടിയുടെ മക്കളെ ഒച്ചുണ്ടാക്കുന്ന ഓരോ കുട്ടിയുടെ കുറ്റങ്ങൾ കാണുക മാത്രമാണെങ്കിൽ ആ കുട്ടി ഇങ്ങനെ അധപ്പതിച്ചു പോവുക ചെയ്യുക. അപ്പൊ അവന്റെ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അത് പൊന്തിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും കുറ്റം കാണുകയില്ല. അതേപോലെയാണ് ഇപ്പം ഒരാൾ മാറിയെന്ന് ഞാൻ അറിഞ്ഞു. വിദ്യാലയത്തിലെ സാഹിത്യ പ്രതിഭകളായ മുഹമ്മദ് അസീം, റിസ ഫാത്തിമ, ഫാത്തിമ മിൻഹ, സിതാര S എന്നിവർക്കുള്ള ഉപഹാരം P. അനിൽ സമ്മാനിച്ചു.
സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ചടങ്ങിൽ വെച്ച് സ്കൂൾ പാർലമെന്റ് പ്രതിനിധികൾക്ക് കൈമാറി. ബോർഡ് മെമ്പർ റസിയ തട്ടാരിയിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ VM ശിവാനന്ദൻ, PTA പ്രസിഡന്റ് PM സുഗേഷ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ദിലേഷ്, അധ്യാപികമാരായ നിഷ, സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.